ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ തന്നെ ഒരു ഷവായ റെഡിയാക്കി എടുത്താലോ, അതും മസാല ഷവായ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മസാല ഫസ്റ്റ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഉണക്കമുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് പകുതിയാക്കി മുറിച്ചിട്ട് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ. അതൊരു മുങ്ങി കിടക്കണ പാകത്തിൽ മുളക് സോക്ക് ചെയ്യാൻ വെക്കണ നേരം കൊണ്ട് കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് നമുക്ക് തൊലി കളഞ്ഞ് വെക്കാം. സോ അത് കഴിഞ്ഞിട്ടൊരു മിക്സി ജാർ എടുത്തിട്ട് ഒരു പിടി മല്ലിയില, പിന്നെ 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, പിന്നെ 6-7 കുഞ്ഞുള്ളി കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കാഷ്യൂസ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു 15-20 തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി പകുതി ഇട്ടാൽ മതി, അല്ലെങ്കിൽ പുളി കൂടുതലായി പോവും. പിന്നെ നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച മുളകില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മസാലാസ് ആഡ് 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി 1 സ്പൂണ്, പിന്നെ 1 സ്പൂൺ ഗരം മസാല, പിന്നെ 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇടാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതൊന്ന് തുറന്ന് കുറച്ചൊന്ന് അടിഞ്ഞു വരുമ്പോൾ ഞാൻ ഇവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. സോ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നന്നായി കഴുകി വെച്ച ചിക്കനിലേക്ക് നമുക്കിങ്ങനെ ഹോളിട്ട് കൊടുക്കുക, ഇങ്ങനെ കുത്തി കുത്തി. സോ നിങ്ങൾ ഈ ഷവായ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്കിന്നുള്ള ചിക്കൻ എടുക്കാൻ നോക്കുക, എന്നാലേ കറക്റ്റ് നമുക്ക് ഹോട്ടലിനൊക്കെ കിട്ടുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. സോ ഞാനിവിടെ 2 സൈഡും നന്നായി ഇങ്ങനെ കുത്തി കുത്തി ഹോളാക്കി കൊടുത്തിട്ടുണ്ട്, മസാല ഒക്കെ നന്നായി കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച മസാല നമുക്ക് ഫുള്ളായിട്ട് ഈ ചിക്കൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. നന്നായി ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇതൊരു മിനിമം ഒരു 4 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വെക്കണം, എന്നാലേ മസാല ഒക്കെ നന്നായി പിടിക്കൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മസാലയൊക്കെ തേച്ച് നന്നായി പിടിപ്പിച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കിയാൽ മതി. സോ കുറച്ചും കൂടി ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് കുറച്ചും കൂടി ജ്യൂസി ആവും. സോ ഞാനൊരു 4 ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ എടുത്തിട്ട് ഇനി കുക്കറിൽ വെച്ചെടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ മസാലയും നമുക്ക് ആ കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ മസാലയും കൂടി അതിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. എൻ്റെ കുക്കർ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളൂ. സോ അതിൽ ഞാനൊരു 8-9 വിസിലിട്ടുണ്ടായിരുന്നു എൻ്റെ ചിക്കൻ വേവാൻ വേണ്ടി. നിങ്ങളെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ആ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ആ വിസിലിടുമ്പോൾ. പിന്നെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതിയേ. സോ ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ എല്ലാ സൈഡും ഒന്ന് കുറച്ചൊന്ന് ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പ്ലേറ്റിലേക്ക് ആക്കുക. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ നേരത്തെ നമ്മൾ ആ ചിക്കൻ വേവിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ വെള്ളവും പിന്നെ ആ മസാലയും കൂടി നമുക്ക് ആ ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കൻ്റെ ആ വെള്ളം നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് നമ്മളെ ചിക്കൻ അതിലിട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് നന്നായി ആ ചിക്കൻ അതിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ചിക്കനിലേക്കൊക്കെ ആ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്, ആ മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഈ ഒരു ചിക്കൻ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഈ മസാല ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണേ.